എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലം 1 സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും സർക്യൂട്ട് ഡയഗ്രാമിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സീരീസ് പാരലൽ സർക്യൂട്ട് ആണ്. അപ്പൊ എന്തൊക്കെയുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഇത് രണ്ടും എങ്ങനെയാണ്, ഒരു 3 ഓം ഉണ്ട്, ഒരു 6 ഓം ഉണ്ട്. ഇത് രണ്ടും പാരലൽ ആയിട്ട് ഇത് 18 ഓമിന് സീരീസ് ആയിട്ടാണ് കൊടുത്തിരിക്കുക. ഇനി ഈ 3 റെസിസ്റ്റൻസിന് ശ്രദ്ധിക്കുക. ഈ 3 റെസിസ്റ്റൻസിന് പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യുക, ഒരു 5 ഓം റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും പാരലൽ, ഇത് അതിന് സീരീസ്. ഈ 2 ജംഗ്ഷന് അക്രോസ് നമ്മൾ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 3 റെസിസ്റ്റൻസിനും പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, 5 ഓം എന്ത് ചെയ്യുക കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് 60 വോൾട്ടേജ് ആണ്. അപ്പൊ ഈ സർക്യൂട്ടിലേക്ക് കൊടുത്തിരിക്കുന്ന 60 വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് RT, ടോട്ടൽ റെസിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ടോട്ടൽ കറണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. പിന്നെ ഓരോ റെസിസ്റ്റൻസിലൂടെയും പോകുന്ന കറണ്ട്, അതായത് ഇവിടുന്ന് ടോട്ടൽ കറണ്ട് I ഫ്ലോ ചെയ്യുന്നുണ്ടോ, ഇതാണ് ടോട്ടൽ കറണ്ട്. ഈ I എന്തെങ്കിലും ഈ ജംഗ്ഷനിലെത്തിയ സ്പ്ലിറ്റ് ആവും, ഇങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോയി, ഈ ജംഗ്ഷനിലെത്തിയ വീണ്ടും സ്പ്ലിറ്റ് ആയി. അപ്പൊ ആദ്യത്തെ കറണ്ട് I1, രണ്ടാമത്തെ I2, മൂന്നാമത്തെ I3. ഇനി നോക്കുക, ഈ 2 കറണ്ടും വീണ്ടും ജോയിൻ ചെയ്ത് എന്ത് I4 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എല്ലാ ഇൻഡിവിജ്വൽ കറണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതുപോലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പൊ സർക്യൂട്ടിലേക്ക് നോക്കുക. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് തുടങ്ങേണ്ട എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങാം. ഇത് രണ്ടും പാരലൽ ആണ്. ഈ പാരലൽ കോമ്പിനേഷൻ സീരീസ് ആയിട്ട് ഇതിന് മൊത്തം പാരലൽ ആയിട്ടാണ് ഈ ഒരു 5 ഓം വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണ്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യാം, ആദ്യം പാരലൽ. അപ്പൊ ഫസ്റ്റ് 3 ഓമും 6 ഓമും പാരലൽ ആണ് കണക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല R1 × R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അപ്പൊ ഇതാണ് ഫോർമുല അല്ലെ. ഈ ഫോർമുല എന്ത് ചെയ്യുക, അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് R1 ഉം ഇത് R2 ആയിട്ട് എടുക്കുക. അപ്പൊ 3 × R ഡിവൈഡഡ് ബൈ 3 പ്ലസ് 6. അപ്പൊ എത്ര 3 18 ഡിവൈഡഡ് ബൈ 3 9. അപ്പൊ നമുക്ക് എത്ര കിട്ടി 2. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര കിട്ടി 2 ഓം. ശരിയാണോ? അപ്പൊ ഇത് രണ്ടും കൂടി നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓമും 6 ഓമും പാരലൽ ചെയ്താൽ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര കിട്ടി 2 ഓം. ഇനി ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ, ഇങ്ങനെ വരയ്ക്കാം ജസ്റ്റ്. അപ്പൊ ഇത് എത്ര കിട്ടി 2 ഓം. അപ്പൊ ഈ 2 ഓം, ഈ 2 റെസിസ്റ്റൻസിനും സീരീസ് ആയിട്ടാണ് എന്ത് കൊടുക്കുന്നത് 18 ഓം. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ഷൻ വരയ്ക്കാം, ഇങ്ങനെ അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് നമുക്ക് കിട്ടി. അപ്പൊ ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം, 2 ഓമും 18 ഓം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, RT ഈക്വൽ ടു എങ്ങനെ ചെയ്യാം, R1 പ്ലസ് R2. കാരണം ഇത് രണ്ടും എങ്ങനെയാണ് സീരീസ് ആണ്. അപ്പൊ നമുക്ക് 18 പ്ലസ് 2 ഈക്വൽ ടു എത്ര കിട്ടി 20 ഓം. അപ്പൊ നോക്കിയേ, ഈ 3 റെസിസ്റ്റൻസും കൂടി നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ് 20 ഓം. ഓക്കെ, അപ്പൊ ഈ മൊത്തം ജംഗ്ഷന് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഒറ്റൊന്നായിട്ട് വരയ്ക്കാം അല്ലെ. ഇത് എത്ര കിട്ടി 20 ഓം കിട്ടി. ഇനി ശ്രദ്ധിക്കുക, ഈ ജംഗ്ഷന് പാരലൽ ആയിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത് 5 ഓം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ വരച്ചോടെ. ഇത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ 20 ഓമും 5 ഓമും തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പാരലൽ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഈ ജംഗ്ഷനാണ് നമ്മൾ എത്ര വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്, 60 വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, ഇത് രണ്ടും പാരലൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 20 × 5 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 5. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്ത് ഈ ആൻസർ വെച്ച് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. അപ്പൊ നോക്കിയാൽ 20 × 5 ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 25 ഈക്വൽ ടു 4 ഉണ്ടോ. അപ്പൊ നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ് നമുക്ക് എത്ര കിട്ടി, RT ഈക്വൽ ടു 4 ഓം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്തു ഫൈൻഡ് ഔട്ട് ചെയ്തു. എത്ര കിട്ടി 4 ഓം. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന വോൾട്ടേജ് 60 ആണ്.
അപ്പൊ നമുക്ക് വി എന്ന് പറയുന്നത് 60 വോൾട്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ കറണ്ട് ഐ കണ്ടുപിടിച്ചൂടെ? ഇതാണ് ടോട്ടൽ കറണ്ട് അല്ലെ, ഐ ഒന്നല്ല ഐ. അപ്പൊ ടോട്ടൽ കറണ്ട് ഐ ഈക്വൽ ടു നമ്മുടെ ഓംസ് ലോ പ്രകാരം ഐ ഈക്വൽ ടു എന്താ ഫോർമുല? വി ബൈ ആർ. അപ്പൊ വി എന്ന് പറയുന്നത് 60 എത്ര കിട്ടി? ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 15. അപ്പൊ നമ്മളുടെ ടോട്ടൽ കറണ്ട് ഐ ടി ഈക്വൽ ടു 15 ആംപിയർ. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഫൈൻഡ് ഔട്ട് ചെയ്തു. ടോട്ടൽ റെസിസ്റ്റൻസ് 4 ഓം കിട്ടി, അതുപോലെ ടോട്ടൽ കറണ്ട് 15 ഓം കിട്ടി, അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 60 വോൾട്ടേജ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസും ടോട്ടൽ കറണ്ട് എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കാര്യം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഇവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 15 ആംപിയർ. ശരിയാണോ? അപ്പോ ഇവിടെ ഇതിലൂടെ വരുന്ന ആംപിയർ 15 ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തോ രണ്ടും സ്പ്ലിറ്റ് ആയി. കണ്ടോ? ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ആയി പോവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ വരെ 15 കിട്ടി അല്ലേ? ഓക്കെ, ഒന്ന് നോക്കിയേ. ഈ ജംഗ്ഷന് അക്രോസ് ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കാം. അതായത് ഈ ജംഗ്ഷനും അക്രോസ് ആണ് നമുക്ക് 60 വോൾട്ടേജ് അപ്ലൈ ചെയ്ത് അല്ലെ. അപ്പൊ നോക്കുക, ഈ ഒരു സെക്ഷൻ, ഈ ഒരു 5 ഓമും അതുപോലെ ഈ 3 റെസിസ്റ്റൻസും കണക്ട് ചെയ്തിരിക്കുന്നത് പാരലാണ്. അതുകൊണ്ട് ഈ 60 വോൾട്ടേജ് എന്നത് ഇവിടെ 60 ആയിരിക്കും, ഈ 3 സെക്ഷനും കൂടി കൊടുക്കുന്നത് എന്തായിരിക്കും? 60 ആയിരിക്കും. കാരണം എന്താണ്? ഇത് രണ്ടും എങ്ങനെ കണക്ഷൻ ചെയ്തിരിക്കുന്നത്? പാരലാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇതിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് എത്രയാണ്? 60 ആണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി അല്ലേ? അപ്പൊ 5 ഓം റെസിസ്റ്റൻസിന് അക്രോസ് കണക്ട് ചെയ്യുന്ന വോൾട്ടേജ് 60 വോൾട്ടേജ്. കാരണം ജംഗ്ഷൻ എന്താണ്? പാരലാണ്. അപ്പൊ നമുക്ക് നോക്കി ഇവിടുത്തെ വോൾട്ടേജ് കിട്ടിയോ അല്ലെ? ഇവിടുത്തെ റെസിസ്റ്റൻസ് കിട്ടി അല്ലെ? അപ്പൊ നമുക്ക് കറണ്ട് കണ്ടുപിടിച്ചൂടെ? ഐ ഈക്വൽ ടു എന്താ? വി ബൈ ആർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വി ബൈ ആർ എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നോക്കാം. നമുക്ക് ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് നോർമൽ ഫോർമുല ഐ ഈക്വൽ ടു എന്താ? ഐ ഈക്വൽ ടു വി ബൈ ആർ. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നോക്കാം. വി നമുക്കറിയാം 60 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാ? 5. അപ്പൊ എത്ര കിട്ടി? 12 കിട്ടിയോ? അപ്പൊ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 12 ആംപിയർ. അപ്പൊ I3 നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. എത്രയാണ്? 12 ആംപിയർ. അപ്പൊ ഇവിടം വരെ വരുന്നത് 15, ഇവിടുന്ന് ഈ ജംഗ്ഷനിലേക്ക് പോകുന്നത് 12. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് നോക്കുക, ഈ ജംഗ്ഷനിൽ എത്തുന്നത് 15 അല്ലെ? അപ്പൊ ഈ സൈഡിലേക്ക് പോകുന്നത് 12. അപ്പൊ ഇതിലേക്ക് പോകുന്ന കറണ്ട് എത്രയാ? നമുക്ക് 15 12 കുറച്ച് ബാക്കി കറണ്ട് ആയിരിക്കും ഈ ജംഗ്ഷനിലേക്ക് പോകുന്നത് അല്ലെ? നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 15 മൈനസ് 12 ഈക്വൽ ടു 3 ആംപിയർ. അപ്പൊ ഇതിലൂടെ പോകുന്ന കറണ്ട് 3 ആംപിയർ. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ വേറെ ഒന്നും ചെയ്യാനില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഈ വരുന്ന കറണ്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഈ ജംഗ്ഷനിൽ നിന്ന് താഴത്തേക്ക് പോകുന്ന കറണ്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അത് 12 ആണ്. അപ്പൊ 15 12 കുറച്ച് ബാക്കി കറണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക? 3 ആംപിയർ. ഇനി ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക ഈ പോയിന്റിൽ. അപ്പൊ 3 ആംപിയർ ഇവിടെ എത്തിയില്ലേ? ഇനി ഇങ്ങോട്ട് പകുതി പോവും, ഇങ്ങോട്ട് പകുതി പോവും. എന്നിട്ട് ഈ 2 ആംപിയറും വീണ്ടും ജോയിൻ ചെയ്ത് വീണ്ടും ഇങ്ങോട്ട് പോകും. എന്ന് വെച്ചാൽ ഈ 3 ആംപിയർ തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്, ഇതിലൂടെ പോകുന്നത്. അപ്പൊ ഇത് ഈ ആംപിയർ തന്നെയായിരിക്കും ഇവിടെ. അപ്പൊ I4 നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. കാരണം 3 ആംപിയർ ആണ് ഈ ജംഗ്ഷനിൽ വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും പോയി, ഇങ്ങോട്ടും പോയി, ഇവിടെ വീണ്ടും ജോയിൻ ചെയ്തു, അതേ കറണ്ട് ആണ് ഇങ്ങോട്ട് വരുന്നത്. കാരണം ഇത് രണ്ടും എന്താണ്? സീരീസ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? I4 ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? ഫോർമുല ഒന്നും വേണ്ട, നമുക്ക് മനസ്സിലാക്കി. സർക്യൂട്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ I4 ഈക്വൽ ടു 3 ആംപിയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? I4 കണ്ടുപിടിച്ചു. ഇനി ശ്രദ്ധിക്കാം, ഇനി ഈ ജംഗ്ഷൻ ടോട്ടൽ വോൾട്ടേജ് 60 ആണ് അല്ലെ? അപ്പൊ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടും അറിയാം, റെസിസ്റ്റൻസും അറിയാം. അപ്പൊ ഈ 2 ജംഗ്ഷനിൽ കൊടുക്കുന്ന വോൾട്ടേജ് എന്നത് 60 വോൾട്ടേജ് ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 60ന്ന് ഈ വോൾട്ടേജ് കുറച്ചാൽ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. അപ്പൊ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? V ഈക്വൽ ടു I ഇൻറ്റു ആർ ചെയ്താൽ പോരെ?
ഓൾറെഡി നമ്മൾ കറണ്ട് കണ്ടുപിടിച്ചു അല്ലെ. I4 എത്രയാ 3 ആംപിയർ. അതുപോലെ റെസിസ്റ്റൻസ് എത്രയാ 18. അപ്പൊ നോക്കിയേ, നമുക്ക് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V1 കൊടുക്കാം. ഈ V1 കണ്ടുപിടിക്കാനുള്ള ഫോർമുല V1 ഈക്വൽ ടു I ഇൻറ്റു R അല്ലെ. I എത്രയാ, I എന്ന് പറഞ്ഞു I4. I4 ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാ 18 ഓം ചെയ്താൽ പോരെ. I4 എത്രയാണ് 3. അപ്പൊ 3 ഇൻറ്റു 18 ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ വോൾട്ടേജ് കിട്ടില്ല. അപ്പൊ നോക്കിയേ, 3 ഇൻറ്റു 18 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 54. അപ്പോൾ 54 വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പായി. നോക്കിയേ, ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് 54 വോൾട്ടേജ് കണ്ടോ. അപ്പൊ ഈ റെസിസ്റ്റൻസിന്റെ ഡ്രോപ്പ് എന്നത് 54. മൊത്തം വോൾട്ടേജ് അപ്ലൈ ചെയ്തിരിക്കുന്നത് 60. അപ്പൊ 60 ന്ന് 54 കുറച്ചാൽ ബാക്കി കിട്ടുന്നതല്ല ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് അല്ലെ. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് 54. അപ്പൊ 60 ന്ന് 54 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 6 വോൾട്ടേജ്. ക്ലിയർ ആയോ? അപ്പൊ ഇത് നോക്കി, ഇത് രണ്ടും എങ്ങനെയാ പാരലാണ്. അതുകൊണ്ട് ഇതിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് 6 ആയിരിക്കും. ഇതിന് അക്രോസ് കിട്ടുന്ന വോൾട്ടേജ് എന്താണ് 6 ആണ്. രണ്ടിലും സെയിം വോൾട്ടേജ് ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഇത് കണ്ടുപിടിച്ചില്ലേ. അപ്പൊ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ചു 6. അപ്പൊ ഇവിടുത്തെ റെസിസ്റ്റൻസ് അറിയാം, ഇവിടുത്തെ വോൾട്ടേജ് അറിയാം, കറണ്ട് കണ്ടുപിടിച്ചൂടെ. അപ്പൊ നോക്കാം, ആദ്യത്തെ നമുക്ക് I1 കണ്ടുപിടിക്കാം. I1 ഈക്വൽ ടു V R ആണ്. V എത്ര കിട്ടിയ 6. അപ്പൊ 6 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ് 3. അപ്പൊ നമുക്ക് കണ്ടുപിടിച്ചൂടെ. അപ്പൊ എത്ര കിട്ടി 2 ആംപിയർ. അപ്പൊ I1 ഈക്വൽ ടു 2 ആംപിയർ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കാൽക്കുലേഷൻ ചെയ്ത് കണ്ടുപിടിക്കാം. നോക്കിയോ, I2 ഈക്വൽ ടു V ബൈ R അല്ലെ. V ഈക്വൽ ടു 6 ഡിവൈഡ് ബൈ R ഈക്വൽ ടു 1. നമുക്ക് ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ച്, ഇല്ലെങ്കിൽ നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ജംഗ്ഷനിലേക്ക് വരുന്നത് 3 ആംപിയർ, മുകളിലേക്ക് പോകുന്നത് 2 ആംപിയർ. അപ്പൊ ബാക്കി താഴത്തേക്ക് വരുന്നത് 1 ആംപിയർ. അപ്പൊ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യണമെന്നില്ല, ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യാം അറിയാം. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, I1 കണ്ടുപിടിച്ചു, I2 കണ്ടുപിടിച്ചു, I3 നേരത്തെ കണ്ടുപിടിച്ചു അല്ലെ. അപ്പൊ ഈ വാല്യൂസ് എല്ലാം ജസ്റ്റ് എന്ത് ചെയ്യാം, ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുത്ത് എഴുതി വയ്ക്കാം. അപ്പൊ നോക്കിയേ, I1 I2 I3 കണ്ടുപിടിച്ചു, I4 കണ്ടുപിടിച്ചു, ടോട്ടൽ കറണ്ട് Iയും കണ്ടുപിടിച്ചു. അപ്പൊ എന്ത് ചെയ്തു, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എല്ലാ സർക്യൂട്ടും സോൾവ് ചെയ്തു. ക്ലിയർ ആയോ? അപ്പൊ ഇതായിരുന്നു നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കറണ്ട് എന്ത് ചെയ്യും കണ്ടുപിടിക്കാൻ പറയാം. അപ്പൊ വേണമെങ്കിൽ നമുക്ക് എല്ലാം ഒന്ന് ഫൈനലൈസ് ചെയ്ത് എഴുതാം. I ഈക്വൽ ടു ടോട്ടൽ കറണ്ട് 15 അല്ലെ. ഇനി I1 ഈക്വൽ ടു I1 ഓൾറെഡി 2 ആംപിയർ. I2 ഈക്വൽ ടു 1 ആംപിയർ. I3 ഈക്വൽ ടു 12 ആംപിയർ. I4 ഈക്വൽ ടു 3 ആംപിയർ അല്ലെ. അപ്പൊ നമ്മൾ എല്ലാ കറണ്ടും കണ്ടുപിടിച്ചു. ഓൾറെഡി നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു 4 ഓം ആണ്. അപ്ലൈ ചെയ്ത വോൾട്ടേജ് 60 വോൾട്ട്. അപ്പൊ എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുത്ത് എഴുതി വെക്കാം. അപ്പൊ ഇതാണ് പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്ത് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് നമുക്ക് ലോജിക് ഉപയോഗിച്ച് ഇത് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.